ഹായ് വെൽക്കം ബാക്ക് ടു അബി സുഷൻ. വാട്സാപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് എനിക്ക് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ സമയത്തല്ല വാട്സപ്പ് അപ്ഡേറ്റ് നൽകുന്നത് എന്നർത്ഥം. എനിക്ക് വന്നിരിക്കുന്നു എന്ന് കരുതിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വരുന്നത് കുറച്ച് ടൈം മുന്നേ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കും. അതായത് ബീറ്റ വേർഷനിലാണ് ആദ്യം നമുക്ക് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നത്, അതിനുശേഷമാണ് സാധാ ആളുകൾക്ക് അവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും. പക്ഷെ ഈ വന്നിരിക്കുന്ന അപ്ഡേറ്റ് വളരെ വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇത് കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ മുന്നിലേക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ്. അപ്പൊ ആ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു അടിപൊളി ഇൻഫർമേഷനെ കുറിച്ച് ഇപ്പോൾ തന്നെ ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് ചാറ്റ്സ്. ഇങ്ങനെ ഇവിടെയൊക്കെ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ സെറ്റിംഗ്സിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ പുതിയ അപ്ഡേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് പ്ലേ സ്റ്റോറിൽ കയറിയതിനു ശേഷം സെർച്ച് ഓപ്ഷനിൽ വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വാട്സപ്പിൽ നമുക്ക് ഇവിടെ ഓപ്പൺ കാണിക്കുന്നില്ലേ, ആ ഓപ്പൺ ഭാഗത്ത് അപ്ഡേറ്റ് എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓപ്പൺ കാണിക്കുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഓപ്ഷൻ എടുക്കേണ്ടത് ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സബ് ഓപ്ഷൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ഒരു പുതിയൊരു ഓപ്ഷൻ നമുക്ക് എനേബിൾ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എലോ ക്യാമറ എഫക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് ഞാൻ എലോ ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് എലോ ക്യാമറ എഫക്ട് ഒന്ന് നമ്മൾ കൊടുക്കുക. യൂസ് എഫക്റ്റീവ് ഇൻ ക്യാമറ ആൻഡ് വീഡിയോ കോൾസ്. അതായത് നമ്മൾ വീഡിയോ കോളുകളും അതായത് ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമാണിത്. ഇവിടെ നമുക്ക് താഴെ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കുക. അതിന് മുൻപ് നിങ്ങളൊന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ഏത് വീഡിയോ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ എന്ത് എഫക്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെന്ന് അവർ ഗ്യാരണ്ടി തരുന്നുണ്ട്. അതായത് ഒരാൾക്ക് മറ്റാൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ മാത്രമേ കാണുള്ളൂ അറിയുള്ളൂ എന്നുള്ള ഗ്യാരണ്ടി വാട്സപ്പ് തരുന്നുണ്ട്. ഇവിടെ നമ്മൾ ടേൺ ഓൺ കൊടുക്കുക. ടേൺ ഓൺ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് അവസാനം വരെ കാണുക വീഡിയോ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് വന്നു ഏതെങ്കിലും ഒരു കോൺടാക്ട് നമ്മൾ എടുക്കുക. ആ കോൺടാക്ട് എടുത്തിട്ട് നമ്മൾ അവരെ വീഡിയോ കോൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വീഡിയോ കോൾ ചെയ്യാൻ നമുക്കറിയാലോ ഏറ്റവും മുകളിൽ ആ വീഡിയോയുടെ ക്യാമറയുടെ ഐക്കൺ കാണുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇവിടെ നമുക്കൊരു ഒരു മാജിക്കിന്റെ ഒരു ടൂളുമാരി ഒരു ടൂൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാനൊരു ഏരോ മാർക്കിൽ അത് കാണിച്ചു തരുന്നുണ്ട്. ആ ടൂൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. നമുക്ക് പല ഓപ്ഷൻസുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫിൽറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കണ്ട ഫിൽറ്റേഴ്സ്, ഏത് ടൈപ്പ് ഫിൽറ്റേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് വളരെ സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ടോപ്പിൽ അതുപോലെ തന്നെ നമുക്ക് മാസ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ആണ് ഇപ്പൊ നമുക്ക് വാട്സപ്പ് ഇതിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നിയിരിക്കുന്നത് അത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും. നമ്മൾ സാധാരണ ഒരാളെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പല എഫക്റ്റിലാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറുന്നത്. വളരെ ക്ലാരിറ്റി തന്നെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ചെന്ന് അവർക്ക് ഒരു സർപ്രൈസ് കൊടുത്തു നോക്കുക. അവർ തന്നെ ആകെ ഞെട്ടിപ്പോകും. കാരണം കണ്ടില്ലേ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പല എഫക്റ്റുകളാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ നിന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്ന പോലെ അവരൊന്ന് ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചു നോക്കൂ. അവർ തന്നെ ആകെ സർപ്രൈസ് ആയിപ്പോ. അപ്പൊ പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. നിങ്ങളുടെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പെട്ടെന്ന് കമന്റ്